എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാനുണ്ട്. ഭയങ്കര സന്തോഷമായി ഇതെനിക്ക് അറിഞ്ഞപ്പോൾ. ഏകദേശം 2 ദിവസം മുന്നേ, ഇന്നലെയാണോ അല്ലെങ്കിൽ മിനിയാന്നാണോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല, ട്രിവാൻഡ്രത്തുള്ള ഐമാക്സിൻ്റെ പ്രൊജക്ടർ നിന്നുപോയി. ഷോസൊക്കെ ക്യാൻസലായി. ഏകദേശം 4 വീക്കോളം ഉള്ള ഷോസ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സന്തോഷം എനിക്ക്. എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് പറഞ്ഞു തരട്ടെ. ഞാനൊരു നിരീശ്വരവാദി, എന്നാലും ഞാൻ പറയണേ, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചു പോണേണ്. അതായത് ആ പ്രൊജക്ടർ അടിച്ചു പോണേന്ന്. അതൊന്ന് അടിച്ചു പോയെങ്കിലും ആ ട്രിവാൻഡ്രത്തുള്ള സിനിമാ സ്നേഹികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു 4K ലേസർ ഐമാക്സ് കിട്ടണമെന്ന് വെച്ചിട്ടാണ്. കുറേ വർഷങ്ങളായി. ഇപ്പോഴും ആ ഡ്യുവൽ സീനോൺ ഔട്ട്ഡേറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ജാംബവാന് പോലും വേണ്ടാതെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞ ടെക്നോളജിയും വെച്ചുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കുറേ ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല അവിടെ ഇത്രയും മോശം പഴയ ടെക്നോളജിയാണ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യം കുറേ പേർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സന്തോഷമായി ഈ വാർത്ത കേട്ടപ്പോഴേക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് കുറച്ച് വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഷോ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നുപോയി. 3D ഒക്കെ വർക്കിംഗ് അല്ലാണ്ടായി മൊത്തം സീനായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. നിങ്ങൾ ട്രിവാൻഡ്രത്ത് ഐമാക്സിൽ പോയി സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ വന്ന് പറയാവുന്നതാണ്. ഓൾറെഡി ഇതുപോലുള്ള ഒരുപാട് ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ സ്ക്രീൻ ആയിപ്പോയത്, നിന്നുപോയത്, സ്റ്റക്കായത്, 3D വർക്ക് ചെയ്യാതായത്, അങ്ങനെ ഫസ്റ്റ് ഹാഫ് മാറി സെക്കൻഡ് ഹാഫ് കിട്ടുന്നത്, അങ്ങനെ കൊണ്ടമാനം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളില്ലാത്തത് കൊണ്ട് ആരോടും പറയാതെ ഷോ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് അവസാനം റീഫണ്ട് കിട്ടിയെങ്കിൽ പോലും അവർ അവിടം വരെ വന്ന സമയവും ഇന്ധനമൊക്കെ വേസ്റ്റായ സിറ്റുവേഷൻസ് ഉൾപ്പെടെ പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈവൻ അവതാർ വേ ഓഫ് വാട്ടർ ആദ്യമായിട്ട് ഈ തിയേറ്ററിൻ്റെ ഓപ്പണിങ്ങിന് ഇട്ട ദിവസം 2ാമത്തെ 3ാമത്തെ ഷോ തന്നെ ക്യാൻസലായി പോയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അവിടെ പ്രൊജക്ടർ എന്തോ ഓവർ ഹീറ്റായിട്ട് എന്തോ സീൻ ഉണ്ടായിട്ട് മര്യാദക്ക് അത് എന്തോ ചെയ്യാഞ്ഞിട്ട് ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ട് അന്നത്തെ ഷോ ക്യാൻസൽ പോയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് രാവിലെ 6 മണിക്കത്തെ ഷോ കണ്ടാണ്. അതിനുശേഷം വന്ന ഷോ എന്തോ 2 എന്തോ നടന്നില്ല. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഒരുപാട് ഇഷ്യൂസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പല സിനിമകൾക്കും ഇത് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇവർ ഈ പ്രൊജക്ഷൻ സിസ്റ്റം മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഓൾറെഡി എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു ഫോൾട്ടി പ്രൊജക്ഷൻ സിസ്റ്റമാണ്. അത് മാത്രമല്ല, ഈ ഒരു ഇഷ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് നോർത്ത് ഇന്ത്യയിൽ ഇതേ ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഒരു പ്രൊജക്ടറിനെ പറ്റിയാണ്, ഒരു വെന്യൂയെ പറ്റിയാണ്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രൊജക്ഷൻ സിസ്റ്റമാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇതെന്തായാലും പുതിയ പ്രൊജക്ടർ അല്ല. എനിക്ക് അങ്ങനെ ശരിക്കും ഫീൽ ചെയ്യുന്നത്. ഇത് ഒന്നാമത് ഈ ഡ്യുവൽ സീനോൺ പ്രൊജക്ടേഴ്സ് നിർത്തിയിട്ട് കഴിഞ്ഞാൽ കുറേ കാലങ്ങളായി. അപ്പോൾ ഇത് ഫ്രഷ് പ്രൊജക്ടറാണെന്ന് എനിക്ക് ഒട്ടും തോന്നണില്ല. ഈ പ്രൊജക്ഷൻ സിസ്റ്റം അഥവാ പുതിയതാണെന്നുണ്ടെങ്കിൽ അവരൊരു ഫോട്ടോ എടുത്തിട്ടെ, അത് ഏത് കൊല്ലം ഉണ്ടാക്കിയ പ്രൊജക്ഷൻ സിസ്റ്റം ആണെന്നുള്ളത്, ഇത് ഏത് മോഡലാണെന്നുള്ളത് ഒന്ന് അവരിട്. ഇവർ ചെയ്യൂലല്ല. ഞാൻ ഉൾപ്പെടെ ചോദിച്ചിട്ട് ഇവർ ജന്മം ചെയ്ത ആ ഇൻഫർമേഷൻ തരത്തില്ല. കാരണം ഇത് ഭയങ്കര പഴയ പ്രൊജക്ടറാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ ജന്മം ചെയ്ത ആ പ്രൊജക്ഷൻ റൂമിൻ്റെ അകത്ത് പോകാനും സമ്മതിക്കില്ല. ഇന്ന് വരെ ആരും പോയി ഞാൻ കണ്ടിട്ടുമില്ല. അത്രയും ഉറപ്പുണ്ടെങ്കിൽ അവർ ആ പുതിയ പ്രൊജക്ഷൻ ഏതാണെന്നോ, അല്ലെങ്കിൽ ഇത് പുതിയതാണെങ്കിൽ ആ മോഡൽ ഒരു ഫോട്ടോ എടുത്ത് പ്രൂഫ് ഇട്ടേന്നേ. അല്ലെങ്കിൽ എന്നെ തന്നെ വിളിക്കും, ഞാൻ അകത്ത് പോയി ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഏതാണ് അവിടെ ഇരിക്കുന്ന പ്രൊജക്ടർ എന്നുള്ളത്. എനിക്ക് എന്തായാലും ഇത് ആൾക്കാരെ അറിയിക്കണമെന്നുണ്ട്, അവിടെയുള്ള പ്രൊജക്ടർ യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത്. ഇത് പുതിയതാണെങ്കിൽ ഞാൻ ചെന്നിട്ടൊരു വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് കാണണമെന്നുണ്ട്, പേഴ്സണലി കാണണം. കാരണം കണ്ണിന് കാണാത്ത ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് ഏതാ പ്രൊജക്ടറെന്ന് എനിക്കറിയണമല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വെന്യൂ അപ്ഗ്രേഡ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ എളുപ്പം ഒരു മാർഗ്ഗമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ലേസർ വെന്യൂ പോയി ഒരു സിനിമ കണ്ടു നോക്കിയാൽ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പുറകിലാണ് ഈ സീനോൺ പ്രൊജക്ഷൻ സിസ്റ്റം എന്നുള്ള 2K സീനോൺ പ്രൊജക്ഷൻ സിസ്റ്റം. അതേപോലെ തന്നെ അഥവാ ഇവരെന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 2 തുളയിൽ 1 തുള അടയും. അതായത് ഡ്യുവൽ സീനോൺ പ്രൊജക്ഷൻ സിസ്റ്റം മാറ്റി സിംഗിൾ ലേസർ ആക്കി എന്ന് തന്നെയാണ് അർത്ഥം. അതും നിങ്ങൾക്ക് ആ ഒരു അവിടെ നിന്ന് വരുന്ന ആ ഒരു വെളിച്ചം കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ലേസർ ആണോ സീനോൺ ആണെന്ന്. നിങ്ങൾക്ക് കുറേ അത്യാവശ്യം പല ആവർത്തി ഐമാക്സിൽ പോയ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ X300 Pro അല്ലെങ്കിൽ X200 Pro അതും അല്ലെങ്കിൽ സാംസങ് S24 25 അൾട്രാ അത്തരത്തിലുള്ള 100x സൂമൊക്കെ ഉള്ള ടൈപ്പ് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂം ചെയ്ത് നോക്കും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള പ്രൊജക്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഡ്യുവൽ സീനോൺ 2K ഔട്ട്ഡേറ്റഡ് പ്രൊജക്ടറാണ് എൻ്റെ അഭിപ്രായത്തിൽ. അല്ല, ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊജക്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് XT കാറ്റഗറിയിൽ വരുന്ന ലേസർ പ്രൊജക്ടർ ആണെന്നാണ് അർത്ഥം, 4K. അതുമല്ല, ഇതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോള ബേസ്ഡ് ഐമാക്സ് പ്രൊജക്ഷനാണ് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇത് 2 ഉണ്ടെങ്കിൽ
ഡ്യുവൽ കോള ഐമാക്സ് ലേസർ പ്രൊജക്ഷൻ സിസ്റ്റം ആണെന്നാണ് GT എന്ന് കൂടെ പറയും, അതാണെന്നാണ് അർത്ഥം. ഇതൊന്നുമല്ല, ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുജറാത്ത് സയൻസ് സിറ്റി ഐമാക്സിലിരിക്കുന്ന പോലത്തെ 70mm റീൽ ബേസ്ഡ് ആയിട്ടുള്ള ഫിലിം പ്രൊജക്ഷൻ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഞാൻ ഇത് കാണിച്ചെന്നില്ല എന്ന് പറയരുത്. അതുപോലെ തന്നെ ഒരു ഓഡിറ്റോറിയം 5 ചാനലാണോ 12 ചാനലാണോ എന്ന് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമോ. നിങ്ങളൊരു ഐമാക്സിൽ ചെന്നിട്ട് 2 കോർണേഴ്സിലും ഉള്ള സ്പീക്കർ മാത്രമാണ് കാണുന്നുണ്ടെങ്കിൽ അതൊരു 5 ചാനലാണ്. അതേസമയം നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ സ്പീക്കേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അതൊരു 12 ചാനൽ ഐമാക്സ് ആണ്. കാരണം 12 ചാനൽ ഐമാക്സിൽ മാത്രമാണ് മുകളിൽ ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള മാനേജർമാരോ സ്റ്റാഫോ പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം എനിക്ക് പേഴ്സണലി അവിടെ ഉണ്ടായത് ഒരു വളരെ മോശം അനുഭവമാണ്. അവിടെയുള്ള ഒരു സോ കോൾഡ് മാനേജർ എന്ന് പറയുന്ന സൂട്ടും കൂട്ടിട്ട് വന്ന ഒരു മണകുണാപ്പി വന്ന് എന്നോട് വന്ന് പറഞ്ഞത് ഫുൾ പൊട്ടത്തരവും ഫുൾ തള്ളുമായിരുന്നു. ഞാനപ്പോൾ പണ്ഡിതൻ അവിടുത്തെ മാനേജറാണല്ലോ, കോട്ടിൻ സൂട്ടൊക്കെ ഇട്ട് വന്ന ആളാണല്ലോ, എല്ലാം അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അങ്ങനെ തന്നെ അന്ന് എനിക്ക് ഒന്നും അറിയാൻ പാടാഞ്ഞുകൊണ്ട്, അന്ന് ഐമാക്സിനെ പറ്റി ഒന്നും ഇത്ര വിവരമില്ലാഞ്ഞുകൊണ്ട്, ഐമാക്സ് ഡിജിറ്റലിനെ പറ്റി എനിക്ക് വിവരമില്ല. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ പുള്ളി പറഞ്ഞത് വിശ്വസിച്ചിട്ട് പറഞ്ഞ് അവസാനം ഞാൻ ഏറിപ്പോയ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ഈ സൂട്ടും കോട്ടിട്ടുന്ന വരണമാരാണ് ലോകത്ത് ഏറ്റവും വലിയ കള്ളന്മാരെന്നുള്ളത്. അതിനുശേഷം ഞാൻ പഠിച്ചു, ആരും പറയണത് വെറുതെ എടുത്ത് വിശ്വസിക്കരുത്. പകരം കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും വിശ്വസിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയില്ലെങ്കിൽ അത് പഠിച്ചിട്ട് അതിനെപ്പറ്റി നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് വന്ന് സംസാരിക്കുക എന്നുള്ള അന്ന് ഞാൻ പഠിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് ആ മണകുണാപ്പി കാരണം എനിക്ക് ഇങ്ങനൊരു ഗുണമുണ്ടായി. എന്തായാലും സന്തോഷമായി, എനിക്ക് പെരുത്ത് സന്തോഷമായി. പക്ഷേ എനിക്ക് ട്രിവാൻഡ്രത്തുള്ള നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, സിനിമാ സ്നേഹികളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ തന്നെ 2 സീനോൺ പ്രൊജക്ഷൻ യൂസ് ചെയ്തിരുന്ന ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, അത് ചണ്ടി പരിപാടി പിഴിഞ്ഞ് നശിഞ്ഞ് ഒരു വിധമായി എന്ന് ഞാൻ വിശ്വസിക്കുന്ന 2 സീനോൺ പ്രൊജക്ഷൻ സിസ്റ്റം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ലേസറാക്കി മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറയട്ടെ. ബാംഗ്ലൂരിൽ ഞാൻ തന്നെ പോയിട്ടുള്ള നെക്സസ് കോറമംഗല പഴയ ഫോറം മോളിൽ, അവിടെ ഈ അടുത്ത് അവതാർ വരുന്നതിനോടനുബന്ധിച്ചിട്ട് അവിടുത്തെ പഴയ പന്നാക്ക് ഒരു വൃത്തികെട്ട പ്രൊജക്ഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന അവിടുത്തെ മോശം സീനോൺ പ്രൊജക്ടർ എടുത്ത് മാറ്റിയിട്ട് അവർ ലേസർ ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ആ ഫുൾ തിയേറ്റർ അടിമുടി മാറ്റം ചെയ്തിട്ടുണ്ട്. ഫുള്ള് അതിൻ്റെ ഇൻറ്റീരിയർ മാറ്റി, സീറ്റ്സ് മാറ്റി, എല്ലാം മാറ്റി അതൊരു 4K XT ലേസർ പ്രൊജക്ഷൻ വിത്ത് 12 ചാനൽ ഐമാക്സ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊജക്ടർ അതേപോലെ തന്നെ ചെന്നൈയിലുള്ള പലാസോ ഐമാക്സ് ഇതേപോലെ ഒരു പഴയ പന്നാക്ക് ഒരു സീനോൺ പ്രൊജക്ടർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് 2K. എൻ്റെ വിശ്വാസത്തിൽ അതൊരു ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയുള്ള കഞ്ഞിക്കൂതറ ഒരു പ്രൊജക്ടറാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആ സാധനവും അവരവിടെ മാറ്റി അവിടുത്തെ ഓഡിറ്റോറിയം കുറേയൊക്കെ മാറ്റം വരുത്തി 4K XT ലേസർ വിത്ത് 12 ചാനൽ ഐമാക്സ് ആക്കി അതും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 ആർക്കും വേണ്ടാത്ത, ജാമ്പവാന് പോലും വേണ്ടാത്ത 2 പ്രൊജക്ടർ ഇപ്പോൾ ഇവരുടെ കയ്യിൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരോട് പറയാനുള്ളത്, ഈ ഒരു പ്രൊജക്ടർ അഥവാ നശിഞ്ഞ് പണ്ടാരം തുടങ്ങി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടെങ്കിൽ ഈ 2 പ്രൊജക്ടർ ആർക്കും വേണ്ടാത്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് വെക്കാനാണ് ഇവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ സമ്മതിക്കരുത്. എന്ത് കാരണവശാലും അത് സമ്മതിക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ പൈസയ്ക്ക് വില നിങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ട്രിവാൻഡ്രത്തുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഭയങ്കര ഓപ്പണായിട്ട് ഞാൻ പറയാൻ പോവാണ്. തികച്ചും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായമാണ്. ഈ 2025 500 രൂപക്ക് മുകളിൽ സീനോൺ ഐമാക്സിൽ ടിക്കറ്റ് പ്രൈസ് എടുത്ത് സിനിമ കാണാൻ പോണവന്മാർ എൻ്റെ മനസ്സിൽ വെറും മരപ്പാടുകളാണ്. അത്രയും വിവരമില്ലാത്ത, ബുദ്ധിയില്ലാത്ത കുറേ മണ്ട ഗുണാപ്പികളായിട്ട് ഞാൻ അവരെ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം ബാക്കിയുള്ളവർക്കും കൂടി ശല്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലെയുള്ള കുറേ മണ്ടനോടികളുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തിയേറ്ററുകൾ ലൂട്ടിങ് നിർത്താത്തതും, അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും കൂടി ലൂട്ട് ചെയ്യുന്നതും, അതേപോലെ തന്നെ ഇവരുടെ തിയേറ്റർ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാതെ ഇങ്ങനെ ഇതും വെച്ചിട്ട് ഓടിച്ചിട്ട് പോണതിൻ്റെ മെയിൻ റീസൺ ഇതുപോലെയുള്ള കുറേ മണ്ടനോടികൾ. അവന്മാരെ ഞാൻ പൊട്ടന്മാർ തന്നെ പറയുള്ളൂ. സ്വന്തം കൊടുക്കുന്ന പൈസയ്ക്ക് ഇത്തിരി പോലും മൂല്യം കിട്ടണമെന്ന് പോലും ചിന്തിക്കാത്ത കുറേ പോഴന്മാർ, അങ്ങനെ ഞാൻ പറയുള്ളൂ. അൺഅപ്പോളജറ്റിക്കലി ഞാനത് അങ്ങനെ തന്നെ പറയും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൈസക്ക് ഒരു കാരണവശാലും 2K സീനോൺ ഐമാക്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്. കാരണം അത്രയും പഴക്കേറിയ ഒരു പ്രൊജക്ഷൻ സിസ്റ്റമാണ് ഈ പരിപാടി.
അതുകൊണ്ട് ഒരു കാരണവശാലും 2014 ഇന്ത്യയിലേക്ക് വന്ന പ്രൊഫഷണൽ സിസ്റ്റം പരിപാടിയാണത്. ഈവൻ 2014 അല്ല, അതിന് മുന്നേ കുറച്ച് സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. ഈ നെക്സസ് എന്താണ് കോറമംഗലം, അതായത് പഴയ ഫോറമും അതുപോലെ തന്നെ ഞാൻ പോയിട്ടുള്ള PVR ഐക്കോൺ ഉണ്ടല്ലോ, അത് അതുവരെ LP കോളാക്കി മാറ്റി. കോള പ്രൊഫഷനാണ് അവിടെ വെച്ചിരിക്കുന്നത്. അവിടുത്തെ ഡ്യുവൽ ജീനൊക്കെ എടുത്ത് തൂക്കിയവർ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായോ, എവിടെയൊക്കെ പഴയ പ്രൊഫഷൻ ഇരിപ്പുണ്ടോ ആ പ്രൊഫഷൻ സിസ്റ്റം ഇവർ എന്ത് ചെയ്യുന്നതാണ് നിങ്ങളുടെ വിചാരം? നിങ്ങളൊന്ന് ഇച്ചിരി ബുദ്ധി വെച്ച് ആലോചിച്ചാൽ മതി. ഇവർ ഓരോ തിയേറ്ററുകളും പഴക്കമാണെന്ന് തോന്നുമ്പോഴേക്കും ആ പ്രൊഫഷൻ സിസ്റ്റം അവിടെ നിന്ന് മാറ്റി അവിടെ ലേസർ വെച്ചിട്ട് ഈ പഴയ പ്രൊഫഷൻ സിസ്റ്റം എന്തായിരിക്കും ഇവർ ചെയ്യണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. എന്തായാലും എൻ്റെ അഭിപ്രായം ടു ട്രിവാൻഡ്രം പീപ്പിൾ ഹൂ ലവ്സ് സിനിമ, ഹൂ വാല്യൂസ് ക്വാളിറ്റി, ദയവ് ഇത് ഇനിയെങ്കിലും ഔട്ട്റേജസ് ആയിട്ടുള്ള ടിക്കറ്റ് പ്രൈസും ഇത്രയും പഴക്കമേറിയ കച്ചാറ കഞ്ഞിക്കൂറ പ്രൊഡക്ഷൻ സിസ്റ്റം ഒന്നും സപ്പോർട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ദയവ് ഇത് ഇത്തരത്തിലുള്ള കച്ചറ കൂറ പഴയ ടെക്നോളജി യൂസ് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ റിക്വസ്റ്റ് നിങ്ങളോടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്താലേ ഇവരൊക്കെ ഈ പഴയ പ്രൊഡക്ഷനൊക്കെ എടുത്ത് വിളയെ കളഞ്ഞ് 4K ലേസർ പ്രൊഡക്ഷൻ കൊണ്ടുവരുള്ളൂ. അതും ഇത്രയും പൈസ നിങ്ങൾ കൊടുക്കണമല്ല. അപ്പോൾ സ്വയം പൊട്ടനാവാതിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിപ്പോൾ പറ്റിയ അവസരമാണ്. ഇപ്പോൾ ഈ സാധനം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ സാധനം അടിച്ചു പോയിട്ടുണ്ട്. കാരണം അവതാർ താങ്ങാൻ പറ്റിയില്ല. ഇതിന് അവതാർ താങ്ങാൻ പറ്റിയിട്ടില്ല. ഇത് ഒന്നാമത് നിങ്ങളുടെയൊക്കെ വിചാരം ഇത് ഏതോ പുതിയ പ്രൊജക്ടർ അവിടെ കൊണ്ട് വെച്ചതെന്നാണ്. കോപ്പ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കുറച്ച് ആലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ 2022 ഡിസംബർ അവതാർ വേ ഓഫ് വാട്ടറിൽ തുടങ്ങിയ ഐമാക്സ് ഇപ്പം അവതാർ വേറെ രാജ്യം വന്നപ്പോഴേക്കും കട്ടപ്പുറത്തായി. സൂപ്പർ. അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ അതേ മീം വരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ ഇവിടെ കാണിച്ചു തരട്ടോ, പൊളി സാധനം. അത് തന്നെ ഞാൻ തമ്മിലാക്കാൻ പോണത്. ഇതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് ആസ് എ പേഴ്സൺ, ആസ് എ ഫിലിം ലവർ, ആസ് എ തിയേറ്റർ എന്തൂസിയാസ്റ്റ് ഇത്രയും സന്തോഷമായ ഒരു വാർത്ത എനിക്ക് വേറെ കേൾക്കാനില്ല. കാരണം വെച്ചാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പണ്ടാർ ഇതൊന്നും നശിഞ്ഞു പോണേന്നുള്ളത്. കാരണം എന്നാലേ അവിടെ നല്ല പ്രോപ്പർ 4K പ്രൊജക്ഷൻ സിസ്റ്റം കൊണ്ടുവരും. കാരണം ആ ഒരു ഓഡിറ്റോറിയം എടുത്ത് നോക്കിയാൽ അതിൻ്റെ ലേ ഔട്ട് ആയിക്കോട്ടെ, സ്ക്രീൻ ആയിക്കോട്ടെ, സീറ്റ്സ് ഒക്കെ ടോപ്പ് നോച്ചാൽ. പക്ഷെ എന്നിട്ടുണ്ടല്ല ഒരു കഞ്ഞിക്കൂതറ കച്ചറ പ്രൊജക്ടറാണ് അവിടെ ചെയ്തിരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആദ്യമായിട്ട് അവിടെ ഞാൻ പോയപ്പോൾ എനിക്ക് ഈ ഡിജിറ്റൽ ഐമാക്സിനെ പറ്റി ഒരു കിണ്ടി അറിയത്തില്ല. അപ്പോൾ എനിക്ക് തെറ്റായ ഇൻഫോർമേഷൻസ് പാസ് ചെയ്ത് തന്ന സ്റ്റാഫാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ കാരണം ഞാൻ വീഡിയോ ചെയ്തപ്പോഴേക്കും എനിക്ക് ഒരുപാട് തെറിയും വന്ന്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് എന്നെ തിരുത്തി. അപ്പോഴാണ് ഞാൻ പഠിച്ചത് ഇവന്മാർ എൻ്റെ അടുത്ത് പച്ച കളമാണ് പറഞ്ഞു വെച്ചത്, ഇവന്മാർ ലോക തള്ളാണ് പറഞ്ഞിരുന്നത്. ഫുള്ള് തെറ്റായ ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കി. അതേ തുടർന്ന് ഞാൻ സ്വയം ഇനി ആര് പറയുന്നതും കേൾക്കില്ല, സ്വയം കാര്യങ്ങൾ കണ്ടെത്തി ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഇത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായത്. കാരണം വെച്ചാൽ അവിടെയുള്ള ഒരാളെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവൻ്റെ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഒരുത്തൻ്റെ ലോകത്തള്ളു ഒടുക്കത്തെ തെറ്റായ ഇൻഫോർമേഷൻ കാരണം എനിക്കൊരു ഗുണമുണ്ടായി. ഞാനിപ്പോൾ പല കാര്യങ്ങളും പഠിച്ചു, നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന്മാർ എന്ത് വലിയ ഉടായിപ്പാണ് അവിടെ കാണിക്കണമെന്നുള്ളത് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഇത് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാൻ പറ്റി. അതുപോലെ തന്നെ ഇവരുടെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങൾ, ഇന്ത്യയിലുള്ള പല സ്ഥാപനങ്ങളും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ലെവലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് മികച്ച ഐമാക്സ് ഇവരുടെ തന്നെയാണ്, അതിൽ ഒന്നും പറയാനില്ല. അവിടെ ഞാൻ പോയി വ്ളോഗ് ചെയ്താണ്. കിഡിലൻ തിയേറ്ററാണ്. അവിടെ തന്നെ ഞാൻ ഓപ്പൺഹൈമർ കണ്ടത്. അപ്പോൾ ഇവർക്ക് കിഡിലൻ കുറേ വെന്യൂസ് ഉണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോഴേക്കും ഇവർ ഉപയോഗിച്ച് ചണ്ടിയായി നശിഞ്ഞ് പണ്ടാരടങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഐമാക്സ് എന്നുള്ള പേരിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അതിവിടെ തുറന്നു പറയുന്നു. കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും ഈ 2025 ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഇതൊന്നും ഞങ്ങൾക്ക് മാറ്റർ ചെയ്യും. ഞങ്ങൾക്ക് കുറേ അമ്മമാരുണ്ട്. അവന്മാർ തിയേറ്ററിൽ പോകണം കുറേ വാരി വലിച്ച് തിന്നാനും വെറുതെ സോഫയിൽ മലന്ന് കിടക്കാനുമാണ്. അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളെപ്പോലെയുള്ള അമ്മമാരല്ലാത്തവർ, ഞങ്ങളെപ്പോലെ ക്വാളിറ്റി കിട്ടണം, കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ എണ്ണന്മാർ എന്നിട്ട് ബാക്കിയുള്ളവർക്കും കൂടി സിനിമ ആസ്വദിക്കുന്ന ആൾക്കാർക്കും കൂടി ശല്യമായിട്ട് അവിടെ തന്നെ എന്ന് പറഞ്ഞ് നിന്നുകൊണ്ടിരിക്കണം കുറേ അമ്മമാർ. ഇങ്ങനെയുള്ള അലവലാദികളുള്ളത് കൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മര്യാദക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റാത്തത്. തിയേറ്ററിലൊക്കെ പോയിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് പോയിട്ടും ഇപ്പോഴും ഇതുകൊണ്ടാണ് മൾട്ടിപ്ലക്സിലെ സീറ്റ് മാത്രം ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കുന്നത്. കിടില സീറ്റൊക്കെ ഉണ്ടാവും. എൻ്റെ പ്രശ്നമല്ല,
കഞ്ഞി കുറേ പ്രൊഫഷനും കുറേ ഊള സ്പീക്കേഴ്സും വെച്ചിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന് മെയിൻ റീസൺ ഇതാണ്. ഇതുപോലെയുള്ള കുറേ വൃത്തികെട്ടന്മാർ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇവന്മാർ കാരണം ബാക്കിയുള്ളവർക്കും ശല്യവും. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും. നമ്മളിവിടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ശരി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഇങ്ങനെയുള്ള കുറേ നാശങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേരളത്തിലുള്ള മൾട്ടിപ്ലക്സുകൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളത് കേരളം വിട്ട് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഹൈദരാബാദോ മുംബൈയോ ഡൽഹിയൊക്കെ പോയി നോക്ക്, എന്ത് ക്വാളിറ്റി തിയേറ്റേഴ്സാണെന്ന് അറിയാമോ? അവിടെയൊക്കെ മിക്ക തിയേറ്ററുകളും ലേസറാക്കി, അറ്റ്മോസാക്കി, അതുപോലെ തന്നെ ഇപ്പം ഇത് കണ്ടില്ലേ, ഈ പഴയ പന്നാക്ക് തിയേറ്ററൊക്കെ ഇവരുടെ തന്നെ കുറേ തിയേറ്ററുകൾ ഇവരെല്ലാം റിനോവേറ്റ് ചെയ്ത്. കാരണം എന്താ, അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു തുടങ്ങി, അവന്മാർ പോവാതെയായി. അതുപോലെ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, അവിടെ കുറേ ആൾക്കാർ മറ്റേ ഈ കൊച്ചി ട്രിവാൻഡ്രം അടി ഉണ്ടാക്കാണ്ട് നിങ്ങൾ അവിടെ നിങ്ങളുടെ സ്വന്തം നാടാദ്യം നന്നാക്കാൻ നോക്ക്. അവിടെയുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രതികരിച്ച് നിങ്ങൾ എന്തെങ്കിലും അവിടെ മാറ്റം വരുത്താൻ നോക്കുക. ഞാനിവിടെ കിടന്നിട്ട് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കണേ എനിക്ക് ഐമാക്സിന് അത്ര ഇഷ്ടമായതുകൊണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വെച്ചാൽ. അപ്പം ഞാൻ ഈ കാര്യം വന്ന് നേരത്തെ പറഞ്ഞപ്പോൾ കുറേ അമ്മമാരോടെ വന്നിട്ട് കുറേ ഞാൻ അപ്പിയോളികൾ വിളിക്കുന്ന കുറേ ടീമുണ്ട്. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് എൻ്റെ മനസ്സിൽ. കുറച്ച് പേരെ ഞാൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുക. കാരണം അവർ വേർതി ഓഫ് ബീങ് കോൾഡ് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ടീമുകളുണ്ട്. അവന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു കിണ്ടി അറിയില്ല, പക്ഷെ വന്ന് വളവളാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. തൊള്ളിന് ഒരു കുറവും ഉണ്ടാവില്ല. ഇവന്മാർ വന്ന് ഇങ്ങനെ പൊങ്കാലിടാൻ വേണ്ടി വന്നു. ഞാൻ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എക്കത്തിനും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ളവന്മാർ നിങ്ങളുടെ നാട് ഒരു കാലത്തും നന്നാവാൻ സമ്മതിക്കില്ല. പക്ഷേ നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങൾ കൊടുക്കണ പൈസയ്ക്ക് നിങ്ങൾക്ക് മൂല്യം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഔട്ട്ഡേറ്റഡ് കച്ചറ പ്രൊഡക്ഷൻ സിസ്റ്റവും കച്ചറ സ്പീക്കർ സെറ്റും ഒക്കെ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്റർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അവിടെ നിന്നും കൊണ്ട് 800,000 രൂപയും കൊടുത്തിട്ട് നിങ്ങളുടെ പൈസ കളയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് പറയാനേ പറ്റുള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഇവിടെ കിടന്ന് ഈ സംഭവങ്ങൾ മൊത്തം ഇങ്ങനെ പറയുന്ന റാൻഡിയും അവസാനം ഗുണമുണ്ടായാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. ഞാൻ ഇതിനു മുന്നേ ബാംഗ്ലൂരിലുള്ള ആ ഒരു പർട്ടിക്കുലർ വെന്യൂവിനെ പറ്റിയും ചെന്നൈയിലുള്ള പർട്ടിക്കുലർ വെന്യൂവിനെ പറ്റിയും ഞാൻ റാൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ രീതിയും പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഐ ആം വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺസ് ടു നോ ദാറ്റ് ഇറ്റ് ഹാസ് ഗോട്ട് അപ്ഗ്രേഡഡ്. എന്തായാലും നമ്മൾ വിജയിച്ചു. ഞങ്ങളൊരു കുറേ സെറ്റ് ഓഫ് ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് എല്ലാവരും കൂടി പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടും കൂടി തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഓഡിയൻസ് ഒന്ന് പറയാൻ തുടങ്ങി, ഇത് ഔട്ട്ഡേറ്റഡ് ആണ്, ഇത് കച്ചറയാണ്, ഇത് ഒരു രക്ഷയില്ല, ഇത് മാറ്റിയേ പറ്റുള്ളൂ എന്നൊക്കെ രീതിയിൽ. അവിടെ ഒരു വേറെ ഗുണം കൂടിയുണ്ട്. ഇപ്പോൾ തമിഴ്നാട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ക്യാപ്പ് ഉണ്ട്. 550 രൂപയ്ക്ക് മുകളിൽ പ്രൈസ് ചെയ്യാൻ പറ്റൂല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വായി തോന്നിയ കോതക്കവാട്ട് പോലെ ഇഷ്ടമുള്ള രീതിയിൽ പൈസ മേടിക്കാൻ പറ്റും. ഇത് കൊടുക്കാൻ ആളുള്ളതുകൊണ്ട് ഇങ്ങനെ ആസ് ലോങ് ആസ് ദർ ആർ മണ്ടനോളീസ് ഇൻ കേരള ദിസ് വിൽ കണ്ടിന്യൂ. അത് കേരളം മാത്രമല്ല, ബാംഗ്ലൂരിലേക്കൂടെ എവിടെ ആയിക്കോട്ടെ കുറേ മരപ്പുഴകളുണ്ട്. അവന്മാർ ഈ എത്ര പൈസ ഇട്ടാലും എന്ത് തീട്ടം കൊടുത്താലും വാരി തിന്നോളൂ എന്ന് പറയുന്ന കുറേ ടീമുണ്ട്. അവന്മാരുള്ള കാരണം ബാക്കിയുള്ളവർക്കും കൂടി ശല്യമാണെന്നുള്ളത്. സോഫയിൽ മലന്ന് കിടക്കാൻ കഴിഞ്ഞ ടീമുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സിനിമ ആസ്വദിക്കണമെന്നുള്ള ആൾക്കാർ സിനിമ ആസ്വദിക്കാൻ പറ്റണില്ല. കാരണം നിങ്ങളെപ്പോലെയുള്ളവന്മാർ വന്ന് തിന്നും കുടിച്ച് ഇവിടെ എത്ര ടിക്കറ്റ് പ്രൈസ് ചെയ്താലും വന്ന് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വാല്യൂ ഫോർ മണി കിട്ടുന്നില്ല. ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയെങ്കിലും ഇത് അടിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇവരൊന്ന് അപ്ഗ്രേഡ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. എന്തായാലും ഐ ആം വെരി ഹാപ്പി ടു നോ അവിടുത്തെ പ്രൊജക്ടർ നിലച്ചു പോയി എന്നുള്ളത്. അത് ഇറെപ്പയറബിളായ രീതിയിൽ നശിഞ്ഞു പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയോട്ടെ. അത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല, അവിടെ ഇതിനും നല്ല ഏറ്റവും പുതിയ പ്രൊഡക്ഷൻ സിസ്റ്റം വരണമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് വേറെ ഒന്നും കൊണ്ടല്ല. അല്ലാതെ അവർക്കവിടെ ബിസിനസ് കിട്ടരുത്, അല്ലെങ്കിൽ അവിടെ ഒരിക്കലും ആ ഒരു ഐമാക്സ് രക്ഷപ്പെടരുതെന്ന് വെച്ചാൽ അത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് നശിഞ്ഞ പഴയ പ്രൊഡക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് നശിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവർ പുതിയത് മേടിച്ച് നോക്കില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ മനസ്സിലാത്തവന്മാർ വെറും പൊട്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഒരു കിടിലൻ ഐമാക്സ് അവിടെ വരണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇനിയും ഇത് മനസ്സിലാക്കാത്ത കുറേ ഞാൻ പറയുന്ന പോലത്തെ അപ്പിയോളികൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അവന്മാർ ദേ വിൽ റിമെയിൻ ഷിറ്റ് ഇൻ മൈ മൈൻഡ്സ് ഫോർ എവർ. അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി, അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.